എനിക്ക് ആരെങ്കിലും സഹായമായിട്ട് എന്തെങ്കിലും തരുവാണെന്നുണ്ടെങ്കിൽ അത് നിരസിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ ആർക്കെങ്കിലും എന്നെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ ഗൂഗിൾ പേ നമ്പറോ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറോ ഒക്കെ ചോദിച്ചാൽ മതി, അത് നൽകാം. അഹങ്കാരത്തോടെ തള്ളുകയല്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് മുഴുവനായിട്ടും നിങ്ങൾ ചെയ്യുന്നത് ഒരു സൽപ്രവൃത്തിയാണ്. അള്ളാഹുവിന്റെ മാർഗത്തില് അത് കൂലി കിട്ടുവാനാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഇവിടെ എത്തുന്നില്ല. എന്തായാലും അയച്ച സഹോദരന് ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ കരുതും അവനൊക്കെ വലിയ സെറ്റപ്പിലാണ്, അവന്റെ ഓരോ വീഡിയോയുടെയും ബാക്ക്ഗ്രൗണ്ട് കണ്ടോ എന്താ സെറ്റപ്പ്, അതൊക്കെ ഫോട്ടോസാണ് സഹോദരന്മാരെ. യഥാർത്ഥ എന്റെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ്. അപ്പൊ അതും ഒരു അഹങ്കാരമല്ല. ഇൻഷാ അല്ലാഹ് അഹങ്കാരം എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അഹങ്കാരമല്ല മൻസൂറെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അലങ്കാരമായിട്ടാണ് തോന്നുന്നത്. വിവരമില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നു എന്നേ തോന്നുന്നുള്ളൂ. ഏതായിരുന്നാലും ഈ വീഡിയോക്ക് മറുപടി മൻസൂർ തന്നെ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, അത് കേട്ടോക്കാം. എന്താണ് ഇവിടെ ചോദിക്കുന്നത്? പണം വസൂലാക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവോട് തേട്, അള്ളാഹ് നടത്തി തരും എന്നുള്ള ആ ഒരു ചിന്ത ഈ ജനങ്ങൾക്കില്ല. നിങ്ങൾ അള്ളാഹുവോട് തേടി നോക്കിയേ. നിങ്ങളുടെ ആവശ്യം പടപ്പുകളോട് പോയി യാചിക്കാതെ നിങ്ങൾ ആ ആവശ്യം അള്ളാഹുവോട് തേടിക്കഴിഞ്ഞാൽ അള്ളാഹ് അവിടുന്ന് ഒരു KSRTC ബസ്സില് അല്ലെങ്കിൽ സ്വിഫ്റ്റ് ബസ്സില് ടിക്കറ്റ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ പുതിയൊരു ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതില് ടിക്കറ്റും ബുക്ക് ചെയ്തിട്ട് AC കമ്പാർട്ട്മെന്റിൽ ഇരുന്നിട്ട് ഇവിടേക്ക് വരികയല്ല ചെയ്യുന്നത്. നമുക്ക് വേണ്ടി നമ്മെ സഹായിക്കുവാൻ മറ്റൊരാളെ അള്ളാഹു അവരുടെ മനസ്സുകളിൽ തോന്നിപ്പിക്കുന്നുണ്ട്, നിയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ ഇങ്ങനെ എരന്നും കൊണ്ട് കിടക്കാണിച്ച് കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവോട് പറയുക, അള്ളാഹു അത് നടത്തിത്തരും. ഇനി നടന്നില്ലേ, അത് അള്ളാഹു നമുക്ക് വന്നേക്കാവുന്ന ഒരു വലിയ വിപത്ത് തടഞ്ഞുകൊണ്ടാവും നമുക്ക് ആ ദുആക്ക് ഉത്തരം ചെയ്യുക. അതും നടന്നില്ലേ, നാളെ പരമോന്നത കോടതിയിൽ നിൽക്കുന്ന സമയത്ത് അള്ളാഹു അത് നമുക്ക് നന്മകളായി ഉയർത്തി തന്നേക്കാം. ഈ വിശ്വാസത്തോടെ ജീവിക്കും ജനങ്ങളെ. എന്തിനാണ് ഈ ഇരക്കാനായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ എന്നുള്ളതാണ്. ഇതിനെ കുറിച്ച് എന്താണ് ഞാൻ പറയാ? ഇതുപോലെ രോഗവുമാണോ? അതായത് തൊട്ട് മുമ്പ് പറഞ്ഞ അല്ലെങ്കിൽ തൊട്ട് ദിവസം പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്നൊരു മനുഷ്യൻ മറക്കുകയും അതിനെതിരെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത് വല്ല രോഗമോ മറ്റോ ആണെങ്കിൽ നിങ്ങൾ അടിയിലൊന്ന് കമന്റ് ചെയ്യണം. വിവരമില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നു എന്നാണ് എനിക്കൊക്കെ തോന്നുന്നത്. ഏതായിരുന്നാലും മൻസൂർ പറഞ്ഞു പോകുന്നത് യഖ്ലത്തിൽ അഥവാ ഉണർവിൽ അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ കഴിയില്ല എന്ന രീതിയിലാണ് മൻസൂർ സംസാരിക്കുന്നത്. അതിന് മഹാനായ ആട്ടിരി തങ്ങളെ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് അതിൽ പറയുന്ന സംഭവത്തെ മൻസൂർ വളരെ മോശപ്പെട്ട രീതിയിൽ കളിയാക്കുകയാണ് മൻസൂർ ചെയ്യുന്നത്. ആദ്യം ആ വീഡിയോ ഒന്ന് നമുക്ക് കാണാം. ഇനി സ്വപ്നമല്ല, നേരിട്ട് തന്നെ വന്ന ഒരു കഥയുണ്ട്, പണ്ട് കാണിച്ചതാണ്. ഒരിക്കൽ കൂടി നമുക്കൊന്ന് കേൾക്കാം. നല്ല രസമുണ്ട് കഥ, കേട്ടോ കാണി. ഞാൻ ജോലി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ, അതിന്റെ അടുത്ത് ആലുവ, എല്ലാവരും കേട്ട് പരിചയമുണ്ടല്ലോ, ആലുവക്ക് സമീപത്തിൽ ഒരു കുഗ്രാമമുണ്ട്. അവിടെ നടന്ന ഒരു ചരിത്രം ഇവിടുത്തെ ചരിത്രകാരന്മാരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അവിടെ പോയാൽ പണ്ഡിതന്മാര്, അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു തരും. അവിടെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു, അയാൾക്ക് എന്താ പണിയെന്ന് അറിയാം. റസൂലുള്ളാഹിനെ പറ്റി പാട്ടുണ്ടാക്കുക, ബദരീങ്ങളെ പറ്റി പാട്ടുണ്ടാക്കുക. അയാളെ പണി അതാണ്. ഇയാൾ ഒരു ദിവസം പാട്ടുണ്ടാക്കിയിട്ട് പള്ളിയിൽ വന്നിട്ട് പറഞ്ഞേ, ഞാൻ റസൂലുള്ളാഹിനെ പറ്റി പാട്ട് കെട്ടിയിട്ടുണ്ട്, അത് ഞാൻ പാടിത്തരാം, എല്ലാവരും അവിടെ ഇരിക്കി എന്ന് പറഞ്ഞു ഇയാൾ. ഇശാസ്കാരം കഴിഞ്ഞ ആൾക്കാർ ഇയാൾ ഒരു നാടൻ കാക്കയാണ്, കീറി പറഞ്ഞ കുപ്പായിട്ട് കിടക്കുന്ന ഒരു നാടൻ ഫക്കീർ. പണ്ട് കാലങ്ങളിൽ കല്യാണപ്പാട്ട് പാടാൻ നടക്കുന്ന ചില മനുഷ്യന്മാരുണ്ടെന്നല്ല നമ്മുടെ കൂട്ടത്തിൽ പോലും. എന്നാലും ഇവിടെ വരും, ഞങ്ങൾ പണ്ട് കല്യാണപ്പാട്ടൊന്ന് പാടിത്തരാട് കുത്തിരിക്കുകയാണ്. അപ്പോൾ ആരാപ്പത് കേൾക്കാനിരിക്കണം? കുട്ടികൾക്കൊക്കെ ഇങ്ങനെ സുന്ദരിയായ പെണ്ണിന്റെ പാട്ടല്ലേ പറ്റുള്ളൂ, കൽബില് ഫാത്തിമാന്റെ പാട്ടല്ലേ പറ്റുള്ളൂ. അപ്പൊ ഇവരെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ ആ പണ്ടത്തെ ഏലക്കമ്പാട്ടൊന്ന് പാടിത്തരാൻ ഊക്കി വിടൂലേ? ഈ വയസ്സം കാക്കാന അന്നലക്കാ നാട്ടുകാർ കണ്ടത്. ഇയാൾ പറഞ്ഞു, ഞാനൊരു നല്ല പാട്ടുണ്ടാക്കിയിട്ടുണ്ട്, ആ പാട്ട് ഞാൻ പാടിത്തരാറ്. ഇയാൾക്ക് എന്താ പണി? റസൂലുള്ളാഹിനെ പറ്റി പാട്ടുണ്ടാക്കുക, ബദരീങ്ങളെ പറ്റി പാട്ടുണ്ടാക്കുക. ഇതാണ് ഇയാളെ പണി. പക്ഷെ ആരും കേൾക്കാനിരുന്നില്ല. ഇയാൾക്ക് സങ്കടമായി. പടച്ചോനെ, അള്ളാഹിന്റെ റസൂലിനെ പറ്റി ഞാനൊരു പാട്ടുണ്ടാക്കിയിട്ട് അതൊന്ന് പാടിത്തരാന്ന് പറഞ്ഞപ്പോ കേൾക്കാൻ ആളില്ലാതായി പോയില്ലേ, സങ്കടപ്പെട്ടു. അങ്ങനെ ഇയാള് ഈ മിമ്പറിന്റെ കാലും പിടിച്ചിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ പള്ളിയിലേക്ക് നിറച്ച ആൾക്കാരിൽ കയറി വന്നു. ഇത് ചരിത്രത്തിൽ എഴുതി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ നാട്ടുകാരോട് മുഴുവൻ നിങ്ങൾ ചോദിച്ചു നോക്കി അവർ പറഞ്ഞു തരും ചെയ്യും. റാവുത്തർ കുടുംബത്തിൽപ്പെട്ടതാണ്. അതിനൊരു കുടുംബം തന്നെ ഉണ്ട് അവിടെ. അവരോട് ചോദിച്ചാൽ പറഞ്ഞു തരും.
കേറി വന്നിട്ടുണ്ട്. പാടിക്കോ ഞങ്ങൾ കേട്ടോളാം, ഈ പാടിക്കോ ഞങ്ങൾ കേട്ടോളാം. അങ്ങനെ ഇരുന്ന് സദസ് നിറഞ്ഞ സൊഫായിട്ട് ഇരുന്നു. ആലുവാക്ക് സമീപമുള്ള ഒരു കുഗ്രാമത്തിലെ പള്ളി ഇരുന്നു. ഇയാളോട് പാട്ടുപാടാൻ പറഞ്ഞു. അപ്പൊ ഇയാള് ഹാലൊക്കെ മാറി, മറ്റൊരു ഇറങ്ങിപ്പോയതൊക്കെ മറന്നു. ആൾക്കാർ വന്നല്ലോ, പാട്ടാടാൻ പറഞ്ഞില്ലേ. അപ്പൊ അയാൾ ശ്രദ്ധതായി. ഇയാൾ പാട്ട് പാടി അള്ളാഹുവിന്റെ റസൂലിന്റെ മെഹറാജിനെ കുറിച്ച് പാടിയപ്പോൾ റസൂൽ അങ്ങോട്ട് കയറി വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സദസ്സിലേക്ക് കയറി വന്നു. ഈ പാട്ട് പാടുന്ന ആളുടെ നെറ്റത്തടത്തിൽ പോയിട്ടൊരു മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, പാടിക്കോ ഞാൻ കേട്ടോളാം. അയാളെ പാടി ഒരു മുത്തം കൊടുത്ത് ഇറങ്ങിപ്പോയി. പാട്ട് സമാപിച്ചു, എല്ലാവരും കഴിഞ്ഞ് ഇറങ്ങിപ്പോയി. പിറ്റേന്ന് നേരം വെളുക്കുമ്പോ പള്ളിയിൽ വന്ന് നോക്കുമ്പോ ഭയങ്കര സുഗന്ധം. ഈ മനുഷ്യൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് മരിക്കണത് വരെ അയാളുടെ ശരീരത്തിലും സുഗന്ധം, അയാൾ പോണോടത്ത് സുഗന്ധം, അയാളെ വീട്ടിൽ സുഗന്ധം, അയാളെ മയ്യത്ത് പള്ളി കൊണ്ടുവന്നതിന്റെ സുഗന്ധം. അങ്ങനെ അയാളെ കൊണ്ടുപോയി മറവ് ചെയ്യുകയും ചെയ്തു. ഒരു നാടൻ കാക്ക, ആനിമൊന്നുമില്ല, മൂലേരുമല്ല, കണ്ടാലൊരു മനുഷ്യൻ മെയിൻ്റെ ചെയ്യൂല. അത് പുഴമ്പില്ല പോവാ. മനുഷ്യന്മാരെ ഗേറ്റിംഗ് ചെന്നാ പോടാ എന്നും പറഞ്ഞ് ഓടിക്കും. അത്തരം ഒരു സാധു മനുഷ്യൻ നേടിയ നേട്ടമാണിത്. ഇതെവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാര് കണ്ട അനുഭവമാണ്. പ്രിയമുള്ളവരെ, നേരത്തെ പറഞ്ഞ മുസ്ലിയാര് പറഞ്ഞത് ഉറക്കത്തിൽ വന്ന് കണ്ടു, എന്നെ കെട്ടിപ്പിടിച്ചു, എന്റെ ബിടം വെച്ചു എന്നൊക്കെയാ പറഞ്ഞത്. ഇയാൾ എന്താണ്, ഈ മോലിയർ എന്താണ് ഈ പറഞ്ഞത്? ഈ മോലിയർ പറയുന്നത് നാട്ടിൽ നടന്ന ഒരു സംഭവമാണ്, ഒരു വാഖിഅത്താണ് ഉസ്താദ് പറയുന്നത്. തങ്ങളവിടെ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ കാണാ ഹദീസ്, മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ള ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ റസൂല് പറയാണ്, ആരെങ്കിലും എന്നെ സ്വപ്നം കണ്ടാൽ ഫസയറാനി, പിന്നീട് അവൻ എന്നെ കാണും, ഫിൽ യഖ്ളതി, ഉണർവിൽ കാണും എന്നാണ്. അപ്പൊ ഈ പറഞ്ഞതിന്റെ, തങ്ങളിവിടെ പറഞ്ഞതിന്റെ ആകെ ചുരുക്കം, യഖ്ളത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ കാണാം, അത് കാണുന്നവരുണ്ട്, കണ്ടവരുണ്ട് എന്നാ പറഞ്ഞത്. മൻസൂർ എന്തിനാണ് അത് കേൾക്കുമ്പോ ഇളകണത്? അള്ളാഹിന്റെ റസൂലിനെ കണ്ടു എന്ന് പറയുമ്പോഴേക്കും മൻസൂർ എന്തിനാണ് ഈ ഇളകി പറയുന്നത്? അത് ഹദീസിൽ വന്നതാണ് മൻസൂറെ. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ അബ്ദുൽ ഹഖ് ദഹ്ലവി അവിടുത്തെ ലമആത്തിൽ പറയുന്നത് കാണാം. ഇത് ഈ പറയുന്ന ഹദീസ് അത് അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടവർക്ക്, അതിന് 5-ാമത്തെ വജഹിലാണ് പറയുന്നത്, അള്ളാഹിന്റെ റസൂലിനെ കണ്ടവർക്ക് ഒരു വലിയ ദറജ ലഭിക്കാനുണ്ട്, ഒരു വലിയ ദറജ കിട്ടും എന്നതിലേക്കുള്ള ഒരു സന്തോഷ വാർത്ത കൂടിയാണ് ഈ ഹദീസ് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബ്ദുൽ ഹഖ് ദഹ്ലവി, വലിയ മുഹദ്ദിസ് ആയിരുന്ന, ഡൽഹിയിൽ ജീവിച്ച വലിയ മഹാനാണ്, മഹാൻ അവരുടെ കിതാബിൽ പറയുന്നത് കാണാം. അപ്പൊ അള്ളാഹിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണലും, അത് യഖ്ളത്തിൽ, ഉണർവിൽ കാണലും, അതൊക്കെ ദീനിലുള്ളതാണ്, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞതാണ്. എന്നാൽ ഇവിടെ ഒരു വിഷയമുണ്ട്. ഇവിടെ ചില ആളുകൾ ഇന്ന് കണ്ടു, ഞാൻ റസൂലുള്ളാഹിനെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ കണ്ടത് റസൂലുള്ളാഹിനെ തന്നെയാണ് എന്നുള്ളത് സ്ഥിരപ്പെടുത്തേണ്ടതുണ്ട്. അത് അള്ളാഹിന്റെ റസൂലിന്റെ ശമായിലും മറ്റുമൊക്കെ കൂടുതലായി അറിയുന്ന ആളുകൾക്ക് മാത്രമേ റസൂലുള്ളാഹിനെ തിരിച്ചറിയാനും അത് റസൂലുള്ളാഹി ആണ് എന്ന് മനസ്സിലാക്കാനും കഴിയുള്ളൂ. അത് വേറൊരു വിഷയമാണ്. ഏതായിരുന്നാലും റസൂലുള്ളാഹിനെ സ്വപ്നത്തിലും യഖ്ളത്തിലും കാണും എന്നുള്ളത് അത് സ്വഹീഹായ ഹദീസിലൂടെ സ്ഥിരപ്പെട്ടതാണ്. സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും എല്ലാം അത് കാണാവുന്നതുമാണ്. അതൊരിക്കലും നിഷേധിക്കാൻ കഴിയുകയില്ല. അത് നിഷേധിക്കുന്നവൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ നിഷേധിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ജഹലുകളിൽ തൊട്ട്, ജഹല് കൊണ്ട് നമ്മളൊന്നും പറയരുത്. നമുക്ക് അറിവുണ്ടെങ്കിൽ മാത്രം പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇതാണ് ഏറ്റവും നല്ലത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ലേ, ഞാൻ മിണ്ടാതിരുന്നതിന്റെ പേരിൽ എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സുഹൃത്തെ, സഹോദരന്മാരെ, നമുക്കറിയാത്ത കാര്യങ്ങളിൽ നമ്മൾ മിണ്ടാതിരിക്കുക, അറിയുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. അതുപോലെ മൻസൂറിനോടും പറയാനുള്ളത്, ഇങ്ങനെ യൂട്യൂബിലൊക്കെ വന്നുകൊണ്ട് ഇങ്ങനെ ഇരക്കാതെ വല്ല പണിക്കും പോയി ജീവിക്കും മൻസൂറെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യട്ടെ.